ഓണാഘോഷമൊക്കെ വേണോ? ബാക്കിയുള്ള ആൾക്കാർ ആഘോഷിക്കുന്നത് ശരിയാണോ? അതിനേക്കാളും വലിയ ട്രാജഡി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഒരാൾ ഇപ്പോൾ ദുബായ് പോലത്തെ സ്ഥലത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടുത്തെ ഭരണാധികാരികളൊക്കെ ചെയ്യുന്നത് ലോകത്തെ മുഴുവൻ ആൾക്കാരും അവിടെയുണ്ട്. അവർ പല കൾച്ചറിൽ നിന്നുള്ളവർ വരുന്നു, അതിനകത്ത് മദ്യപിക്കുന്നവരുണ്ടാവാം. വയനാട്ടിൽ ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം എല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓണാഘോഷമൊക്കെ വേണോ? അതിനെക്കുറിച്ച് ചർച്ചകൾ നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ ശരിയാണ്, വളരെ ദുഃഖകരമായൊരു അവസ്ഥ അവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ ആഘോഷിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ 100% ശരിയാണ്. കാരണം അത് അത്രയും അവിടെ വിഷമിക്കുമ്പോൾ ബാക്കി ഒരു പക്ഷേ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായ നടപടിയല്ല. പക്ഷേ ആൾക്കാരുടെ കയ്യിൽ പണം കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെ ഒരു നാട് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഈ ക്രയവിക്രയം നടന്നുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ അതിനേക്കാളും വലിയ ട്രാജഡി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഒരാൾ സാധാരണ ഇവിടെ ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം നടക്കുന്ന ഒരു സമയമാണെന്ന് വെച്ചാൽ ഓണത്തിൻ്റെയൊക്കെ സമയമാണ്. ഒരാളുടെ ഒരു വർഷത്തെ മൊത്തം ബിസിനസ്സിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേജർ പോർഷൻ നടക്കുന്ന ഒരു മാസം ഓണത്തിൻ്റെയൊക്കെ മാസമാണ്. ആ സമയത്ത് ആൾക്കാർ ചിലവാക്കുന്നൊരു സമയമാണ്. ഈ സമയത്ത് അത് സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ലോസ് ആ ബിസിനസ്സുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കുണ്ടാകുന്നു, ഗവൺമെൻറ് ഉണ്ടാകുന്ന ടാക്സ് നഷ്ടം ഉണ്ടാകുന്നു, ആൾക്കാർ അതിനെ ചുറ്റിപ്പറ്റി എത്ര പേരുടെ തൊഴിൽ ഉണ്ട്, അത്രയും ആൾക്കാരുടെ ജീവിതം ആണ് അതിനകത്ത് എഗെയിൻ ഇത് ചെയ്യുന്നത്. കാരണം തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നൊരു ഇൻസിഡൻ്റ് അല്ല വയനാട് ഉണ്ടായിരിക്കുന്നെങ്കിൽ പോലും അതിൻ്റെ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് ബാക്കി ബിസിനസ്സുകളെല്ലാം നിർത്തിയിട്ടാൽ അത് അതിനേക്കാളും വലിയ ട്രാജഡി നമ്മൾ കാണേണ്ടി വരും. നമ്മൾ കണ്ടതാണ് കോവിഡ് സമയത്തൊക്കെ ലോക്ക്ഡൗണും ഒക്കെ വന്നതിന് ശേഷം രണ്ടാമത് മാർക്കറ്റ് ഒന്നും ബിൽഡ് ചെയ്ത് വരാനായിട്ട് എന്തുമാത്രം സമയമെടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം തീർച്ചയായിട്ടും ഇതിനെ ആഘോഷിക്കാൻ വേണ്ടിയല്ല, ആൾക്കാരുടെ കയ്യിലേക്ക് പൈസ വരണം എന്നുള്ള ഒരേ ഒരു മാർഗ്ഗം ഈ ട്രാൻസാക്ഷൻ, ഈ കൊമേഴ്ഷ്യൽ എൻഗേജ്മെൻറ്റ് നടന്നുകൊണ്ടേ ഇരിക്കണം. അത് കൂടുന്ന സമയത്ത്, കൂടാൻ ചാൻസ് ഉള്ള സമയത്തൊക്കെ തീർച്ചയായിട്ടും അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷനില്ല. ദ ഷോ മസ്റ്റ് ഗോ ഓൺ, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആഘോഷിക്കുന്നത് ശരിയാണോ എന്നൊരു ആംഗിളിൽ അതിനെ കാണരുത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണെന്നുള്ള നിലയ്ക്ക് വേണം നമ്മളിതിനെ കാണാനായിട്ട്. ഇതൊക്കെ നമ്മൾ മോഡലാക്കേണ്ടത് ഇപ്പോൾ ദുബായ് പോലത്തെ സ്ഥലത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടുത്തെ ഭരണാധികാരികളൊക്കെ ചെയ്യുന്നത് ലോകത്തെ മുഴുവൻ ആൾക്കാരും അവിടെയുണ്ട്. അവർ പല കൾച്ചറിൽ നിന്നുള്ളവർ വരുന്നു, അതിനകത്ത് മദ്യപിക്കുന്നവരുണ്ടാവാം. പക്ഷേ ദുബായിൽ അത്രയും ഒരു മുസ്ലിം രാജ്യമായിട്ട് പോലും അവർ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷേ പല രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കാനും അവിടെ നിന്ന് ബിസിനസ് നടത്തിയാൽ അവരുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി വരുന്ന ഒരു പ്രത്യേക സ്ഥലം തന്നെ അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്. കൾച്ചറിനെ ഒന്നും ബാധിക്കാതെ തന്നെ. ഇതാണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ അതിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരിക്കലും ആഘോഷിക്കാൻ വേണ്ടിയല്ല, പക്ഷേ നാട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെ വീണ്ടും ജീവിച്ചിരിക്കുന്നവർ അതിനേക്കാളും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ആഘോഷങ്ങളൊന്നും നിർത്തിയിടാതെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അവരുടെ ദുഃഖം ഒരിക്കലും തീർന്നതല്ലെന്നറിയാം. പക്ഷേ അവർ ദുഃഖാചരണത്തിൽ പങ്കെടുക്കാൻ ശ്രമിച്ചാൽ വീണ്ടും ബാക്കി ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതവും വീണ്ടും ട്രബിളിലേക്ക് ആകത്തേ ഉള്ളൂ. അത് ഒന്ന് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, താങ്ക് യു.